3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷനിലെ തേർഡ് ടോപ്പിക്കായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി ആണ് ഇനി നോക്കുന്നത്. കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഒബ്ജക്ട്സുകളെ സിംപ്ലർ സോളിഡ് ഒബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷനായിട്ടാണ് സാധാരണ ഒബ്ജക്റ്റുകളെ ഈ ഒരു CSGയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ഈ ഒരു സിംപ്ലർ സോളിഡ് ഒബ്ജക്ട്സുകളുടെ കോമ്പിനേഷനായിട്ട് വരുന്ന നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ പറയുന്നത് പേരാണ് പ്രിമിറ്റീവ്സ്. ഈ പ്രിമിറ്റീവ്സിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ്, സിലിണ്ടർ, കോൺ, ടോറസ്, സ്ഫിയർ അതുപോലെയുള്ള ഷേപ്പുകളെല്ലാമാണ് നമ്മൾ ഈ പ്രിമിറ്റീവ്സിൽ വരുന്നത്. ഇനി കോപ്പീസ് ഓർ ഇൻസ്റ്റൻസ് ഓഫ് ദീസ് പ്രിമിറ്റീവ്സ് ഷേപ്സ് ആർ ക്രിയേറ്റഡ് ആൻഡ് പൊസിഷൻഡ്. ഈ ഒരു പ്രിമിറ്റീവുകളുടെ കോപ്പീസ് അല്ലെങ്കിൽ പ്രിമിറ്റീവിൻ്റെ കോപ്പീസിനെ പറയുന്നതാണ് ഇൻസ്റ്റൻസ്. പ്രിമിറ്റീവ് ഷേപ്പുകളുടെ കോപ്പീസ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ പൊസിഷൻ ചെയ്യും. ഏത് കറക്റ്റ് അതിൻ്റെ എഡ്ജസ് എല്ലാം പൊസിഷൻഡ് ആക്കും. എന്നിട്ട് ഈ ഇൻസ്റ്റൻസുകളെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ലോജിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്താണ് ഒരു കംപ്ലീറ്റ് സോളിഡ് മോഡൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. A complete solid model is constructed by combining these instances using set specific logic operations boolean. അതായത് ബൂളിയൻ ഓപ്പറേഷൻസ് ആയിട്ട് വരുന്ന ലോജിക് ഓപ്പറേഷൻസ്, ബൂളിയൻ അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻസ്, അതായത് ആ ഒരു സെറ്റിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള ലോജിക് ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ഈ ഇൻസ്റ്റൻസുകളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കംപ്ലീറ്റ് സോളിഡ് മോഡൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഓരോ പ്രിമിറ്റീവ് സോളിഡ്സിനെയും നമ്മളൊരു സെറ്റ് ഓഫ് പോയിന്റ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. അതിൻ്റെ പോയിന്റ്സുകൾ, അതിൻ്റെ ആ എഡ്ജസിൻ്റെ പോയിന്റ്സുകളെ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ആയിട്ട് അസ്യൂം ചെയ്യും. അതിനുശേഷം ഈ ബൂളിയൻ ഓപ്പറേഷൻസ് അതിൽ പെർഫോം ചെയ്യും. ആ ഒരു പോയിന്റ്സിൻ്റെ സെറ്റിൽ ബൂളിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അങ്ങനെ പെർഫോം ചെയ്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഒരു കംപ്ലീറ്റ് സോളിഡ് മോഡൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈച്ച് പ്രിമിറ്റീവ് സോളിഡ് ഈസ് അസ്യൂംഡ് ടു ബി എ സെറ്റ് ഓഫ് പോയിന്റ്സ്. A Boolean operation is performed on point sets and the result is a solid model. ഇനി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബൂളിയൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ, ഇന്റർസെക്ഷൻ ആൻഡ് ഡിഫറൻസ്. ഇത് മൂന്നുമാണ് നമ്മൾ ഈ ഒരു പ്രിമിറ്റീവ്സിൽ യൂസ് ചെയ്യുന്ന ബൂളിയൻ ഓപ്പറേഷൻ. ഇനി നമ്മൾ ഈ ഒരു കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി യൂസ് ചെയ്തിട്ടൊരു പെർഫെക്റ്റ് സോളിഡ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൂളിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ബൂളിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ രണ്ട് പ്രിമിറ്റീവ്സുകളുടെയും റിലേറ്റീവ് ലൊക്കേഷനും ഓറിയന്റേഷനും എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ പോയിന്റ് സെറ്റൊക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമാണ് ബൂളിയൻ ഓപ്പറേഷൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ട് സോളിഡ്സ്, പ്രിമിറ്റീവ്സ് അല്ലാതെ രണ്ട് സോളിഡ്സിലും നമുക്ക് ഈ ഒരു ബൂളിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രിക്ക് ഒരു ഡെഫിനിഷൻ പോലെ പറയാനാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി പെർഫോംസ് സോളിഡ് മോഡലിംഗ് ബൈ ജനറേറ്റിംഗ് എ ന്യൂ ഒബ്ജക്റ്റ് ഫ്രം 3-dimensional ഒബ്ജക്റ്റ് യൂസിങ് എ സെറ്റ് ഓപ്പറേഷൻ. അതായത് ഒരു സെറ്റ് ഓപ്പറേഷൻ ഉപയോഗിച്ച് 3D ഒബ്ജക്റ്റിൽ നിന്ന് ഒരു പുതിയ ഒബ്ജക്റ്റ് സോളിഡ് മോഡലിംഗ് പെർഫോം ചെയ്യും, പുതിയ ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്തുകൊണ്ട്. അതാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജോമെട്രി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് വരുന്ന സെറ്റ് ഓപ്പറേഷൻ, വാലിഡ് ആയിട്ട് വരുന്ന സെറ്റ് ഓപ്പറേഷൻസ് 3 എണ്ണമാണുള്ളത്: യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്. ഇനി അതിൻ്റെ അകത്ത് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A യൂണിയൻ B വരുമ്പോൾ ലോജിക്കൽ ഓർ ഓപ്പറേഷനാണ് ഈ ഒരു യൂണിയനിൽ വരുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ആഡ്, കമ്പൈൻ, ജോയിൻ, മെർജ് അങ്ങനെയെല്ലാം തന്നെ പറഞ്ഞാലും യൂണിയൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. സം ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ ഈച്ച് ഓഫ് 2 ഡിഫൈൻഡ് സെറ്റ്സ്, അതാണ് നമ്മൾ യൂണിയനിൽ പെർഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് പ്രിമിറ്റീവ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിഗറിൽ കാണാം, രണ്ട് പ്രിമിറ്റീവ്സ് അവിടെ തന്നിട്ടുണ്ട്. ആ രണ്ട് പ്രിമിറ്റീവ്സിനെ ഒരു സ്ഫിയർ, ഒരു സർക്കിളും ഒരു റെക്റ്റാങ്കിൾ പോലെ ഒരു ക്യൂബും ഒരു സ്ഫിയറും ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. A ഇന്റർസെക്ഷൻ B,
ഇന്റർസെക്ഷൻ ബി എന്നുള്ള ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് കോമൺ ടു ഈച്ച് ഓഫ് 2 സെറ്റ്സ്. അതായത് 2 സെറ്റിലും ഒരുപോലെയുള്ള പോയിന്റ്സ്, കോമൺ പോയിന്റ്സ് ആണ് നമുക്ക് ലോജിക്കൽ ആൻഡിലൂടെ, അതായത് ഇന്റർസെക്ഷനിൽ കൂടെ കിട്ടുന്നത്. ഇവിടെ ആ ഫിഗർ നോക്കിയാൽ കാണാം, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ആ സ്ഫിയറിന്റെ ഹാഫ് പോർഷൻ ആണ്, ഹെമിസ്ഫിയർ പാർട്ടാണ്. അതാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ റിമൂവ്, കട്ട് എന്നൊക്കെ പറയാം. അതായത് നമ്മുടെ കിട്ടുന്ന ആ ഫസ്റ്റ് സോഴ്സ് സെറ്റിലെ പോയിന്റ്സിൽ നിന്ന് സെക്കൻഡ് സെറ്റിന് കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പോർഷനാണ് നമുക്ക് ഡിഫറൻസിൽ കൂടെ കിട്ടുന്നത്. ആദ്യത്തെ സെറ്റിലുള്ളതും രണ്ടാമത്തെ സെറ്റിൽ ഇല്ലാത്തതും, രണ്ടാമത്തെ സെറ്റിലും ആദ്യത്തെ സെറ്റിൽ നിന്നുള്ളത് കോമണിനെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് അത് കിട്ടുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇപ്പം അടുത്തൊരു ഫിഗർ തന്നേക്കണേൽ കാണാം, ഒരു ക്യൂബും അതുപോലെ തന്നെ ഒരു സ്ഫിയറും തന്നേക്കുന്ന കാണാം. അതിൻ്റെ അകത്ത് ഡിഫറൻസ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നും ഇന്റർസെക്ഷൻ വരുന്നത് ഏതാണെന്നും, ഇന്റർസെക്ഷൻ രണ്ടിലും കൂടെ വരുന്ന ആ ഒരു കറക്റ്റ് രണ്ടിലും ഉള്ള കോമൺ ആയിട്ടുള്ള പോയിന്റ്സിനെയാണ് ഇന്റർസെക്ഷനിൽ കൂടെ കാണിക്കുന്നത്. ഇനി ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു സ്പിയറിലുള്ളതും റെക്റ്റാങ്കിളിലുള്ള പോയിന്റ്സ് നമുക്ക് അവിടെ കാണാം. അതിൻ്റെ അകത്ത് നിന്ന് ഡിഫറൻസ് കണ്ട് കിട്ടിയേക്കുന്ന ആ ഒരു പോർഷനാണ് ആ സൈഡിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആ സ്പിയറിൽ ഉൾക്കൊള്ളാത്ത ആ റെക്റ്റാങ്കിളിൻ്റെ പോർഷൻ, സ്പിയറിൽ ഉൾക്കൊള്ളാത്ത ആ ക്യൂബിൻ്റെ പോർഷനാണ് ഡിഫറൻസിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സോഴ്സ് സെറ്റിലുള്ള പോയിന്റ്സിൽ നിന്ന് നമ്മുടെ അടുത്ത സെറ്റ് പോയിന്റ്സിനെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പോയിന്റ്സ് ആണ് ഡിഫറൻസ് വഴി നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം, എപ്പോഴും അതൊരു ഈ CGS usually starts with a small set of primitives such as block, pyramid, sphere and cone. സ്ഫിയർ, കോൺ, പിരമിഡ്, ബ്ലോക്ക് അതുപോലെയുള്ള സ്മോൾ സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സിൽ നിന്നാണ് ഈ CGS ഓപ്പറേഷൻ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒബ്ജക്ട്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ CGS കൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ സെയിം ഓപ്പറേഷൻ അത് ആ ഒരു കംപ്ലീറ്റ് മോഡലിംഗ് കംപ്ലീറ്റ് ആവുന്ന വരെ, കംപ്ലീറ്റ് സോളിഡ് മോഡൽ നമുക്ക് കിട്ടുന്നത് വരെ ഈ ഒരു ഓപ്പറേഷൻ, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. CGS മോഡൽ സാധാരണ യൂഷ്വലി റെപ്രസെന്റഡ് ആസ് എ CGS ട്രീ, ഒരു CGS ട്രീ മോഡലിലാണ് അത് നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ഈ CGS ഓപ്പറേറ്റേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റേ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Raycasting is typically used to implement CGS operators when objects are described with boundary representation. ബൗണ്ടറി റെപ്രസെന്റേഷനോട് കൂടി ഒബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് CGS ഓപ്പറേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റേകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Raycasting is applied by determining the objects that are intersected by a set of parallel lines emanating from the XY plane along the Z axis. Z ആക്സിസിന് അലോങ് ആയിട്ട് മെർജ് ചെയ്യുന്ന XY പ്ലെയിനിൽ നിന്നുള്ള പാരലൽ ലൈൻസിന്റെ സെറ്റ് ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഒബ്ജക്റ്റുകളെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് ഈ ഒരു റേകാസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് നോർമലി. ഇതിൻ്റെ ഈ XY പ്ലെയിനിനെ നമ്മൾ റിഫറിംഗ് പ്ലെയിൻ എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഈ ഒരു CSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സോളിഡ് മോഡലിംഗ് മെത്തേഡാണ് CSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് CSG എന്ന് പറയുന്ന ആ ഒരു 3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ മെത്തേഡിൽ പഠിക്കാനുള്ളത്.